അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 സെൻറ്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന 2 നില 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന നല്ലൊരു സൗകര്യമുള്ള വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷന്, ഇതിന് എത്രയാണ് വില പറയുന്നത്, അതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി മാറ്റത്തിനും പാർട്ടി തയ്യാറാണ്. അതായത് ഇവരും പറയുന്ന മൊത്തം വിലയുടെ ഏകദേശം പകുതി കണ്ട് ഇവർ മാറ്റം തയ്യാറാണ്. ചെറിയൊരു 3 ബെഡ്റൂമുള്ള വീടൊക്കെ ആയിട്ടും ബാക്കി ക്യാഷിനായിട്ടും ഇവർ തയ്യാറാണ്. അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. ആദ്യം വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഫ്രണ്ട് ഭാഗം ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വീട് 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് 3 ബെഡ്റൂമും മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം. ഇത് ആദ്യം വീട് അടിഭാഗം ഉള്ളായിരുന്നു, ഇപ്പം മുകൾ ഭാഗത്തേക്ക് പുതുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തതാണ്. ഇതാണ് മെയിൻ ഡോറ്. 2 ഭാഗവും ഇതുപോലുള്ള നല്ല തേക്കിൻ്റെ ഇത് വെച്ചിട്ട് നല്ല കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ്. ഫ്ലോറിംഗ് ഒക്കെ ഇതുപോലുള്ള സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗം സീലിങ്ങിലും ഇതുപോലുള്ള ഓട് കൊടുത്തിട്ടുണ്ട്. നല്ല കൂളിംഗ് ആട്ടോ വീട്. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പുള്ളൊരു ഏരിയയാണ്. ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ബോർഡർ കർവ് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ജനൽപ്പൊളികൾ വാതിൽപ്പൊളികളെല്ലാം ഫുള്ള് തേക്ക് പ്ലാവ് ഇതിൻ്റെ മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹാളിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുമരിൽ നല്ല രീതിയിലൊരു ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തൊരു കോമൺ ബാത്റൂം, യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. വീടിൻ്റെ അടിഭാഗത്ത് 3 ബെഡ്റൂമും മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം, ടോട്ടലി 5 ബെഡ്റൂമാണുള്ളത്. അതിൽ 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ്. അത് കൂടാണ്ട് 3 കോമൺ ബാത്റൂം വേറെയുണ്ട്. ടോട്ടലി 5 ബെഡ്റൂം വരുന്നുണ്ട് വീട്ടിൽ. ടോട്ടലി 5 ബാത്റൂം വരുന്നുണ്ട്. അടിഭാഗത്തൊരു ബെഡ്റൂമാണിത്. ചുമരിൽ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമുകളൊക്കെ പറ്റ ഇടുങ്ങിയ ചെറിയ റൂമുകളൊന്നും കേട്ടോ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഇതാണ് മറ്റൊരു ബെഡ്റൂം. ബെഡ്റൂമിൽ പെയിൻറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. വിൻഡോസിന് സീബ്ര ലൈൻ കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് ഇവിടെ ഒരു ഷോ കേസ് ഉണ്ടെന്നുണ്ടോ, അത് അതിൻ്റെ ഗ്ലാസ്സിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചതാണ്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇത് ചുമരിലൊക്കെ ഫുള്ളായിട്ട് ഇവർ പണിയെടുത്തിട്ടുള്ള ആ സമയത്ത് ഫുള്ള് മണലിലൊക്കെയാണ് ഇത് തേച്ചിട്ടുള്ളത്. മണലാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വുഡ് നല്ല തേക്ക് പ്ലാവൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. പുതിയ മോഡൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വാൾ ഹാങ് ടൈപ്പ് വാഷ് ബേസിനൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് മറ്റൊരു റൂമാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിറ്റ് ഔട്ടിൽ നിന്ന് 2 ഡോറ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡോറിനുള്ള എൻട്രൻസ് ഈ റൂമിലേക്കാണ്. അപ്പോൾ നിലവിൽ ഇതുവരെ ബെഡ്റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ഇനിയിപ്പോൾ ഈ കട്ടിലൊക്കെ മാറ്റിയിട്ട് ഇവിടെ സോഫ സെറ്റൊക്കെ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അലമാരയുടെ ബാക്കിൽ ആ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതൊരു ലിവിങ് ഏരിയ ആയിട്ട്, ലിവിങ് റൂമായിട്ടും വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ചുമരിൽ ഇവിടെ നല്ല രീതിയിലൊരു ഷോക്കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇവരത് ഒരു ബെഡ്റൂമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി കിച്ചണൊക്കെ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടല്ലോ കിച്ചൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കടപ്പയാണ്, നാച്ചുറൽ കടപ്പയാണ്. മുകൾ ഭാഗം സി ഷേപ്പിലുള്ള റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ക്രോക്കറി ഷെൽഫുകൾ, ഒരുപാട് സ്റ്റോറേജൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്. ഈ ഭാഗത്തായിട്ടൊരു ആലുവ, ഒരു പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് ഉണ്ട്. സ്ലാബിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. കിച്ചനോട് ചേർന്നിട്ട് ഇവിടെ സ്റ്റോർ റൂമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ. അപ്പോൾ ഈ ഏരിയ ഒക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇവിടെ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് ഭാഗത്തായിട്ട് നമുക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ്, കുളിമുറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മുകൾ ഭാഗത്തേക്ക് ഇപ്പം പുതുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കോട്ട് വെള്ള പെയിൻറ്റ് മാത്രമേ ഇവിടെ ഹാളിലൊക്കെ അടിച്ചിട്ടുള്ളൂ. നല്ല സൈസുള്ള റൂമാട്ടോ. ഹാളൊക്കെ നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്, മാർബോണേറ്റഡ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഒരു കോട്ട് കളർഫുൾ പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വൃത്തി ഉണ്ടാവും. നല്ല സൗകര്യമുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ആയിട്ട്.
മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം ഉണ്ട്. ആ 2 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്, ബാൽക്കണി സിറ്റ് ഔട്ട് ഉണ്ട്, ഓപ്പൺ ടെറസൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് ഹാളിൽ. നല്ല ഡിജിറ്റൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്, സൈഫോണിക് ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണിത്. ഇതിൻ്റെ പിൻഭാഗത്ത് ഇവിടെ അലമാരയ്ക്കൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാകും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്. എവിടെ ഒരു പൊട്ടോ ലീക്കേജിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല നീറ്റായിട്ടുള്ളൊരു ഇതാണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്. ഇതാണ് മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇത് സെയിം രീതിയിൽ തന്നെ മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം റൂഫിങ് സ്ലോപ്പിലാട്ടോ ചെയ്തിട്ടുള്ളത്, ചെരിച്ച് വാർത്തിട്ടുള്ളതാണ്. അപ്പം ഇനി ഇപ്പോൾ ഒരു ഓടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി. അതുപോലെ തന്നെ ഇതിലെ ബെഡ്റൂമിലെ ബാത്റൂം അടുത്ത് നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു ബാത്റൂം തന്നെയാണ്. നല്ല ടൈല്, നല്ല മോഡേൺ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിൽ ഇവിടെ ഒരു ബാൽക്കണി സിറ്റ് ഔട്ട് ഉണ്ട് മുകൾ ഭാഗത്ത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ. തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഏരിയ, നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലം. ഈ പ്രോപ്പർട്ടിയിൽ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. തെങ്ങ്, കവുങ്ങ്, പ്ലാവ്, മാവ് അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. നേരെ ഫ്രണ്ടിൽ കൂടെ ഉണ്ടാവും. വലിയ വാഹനങ്ങൾ വരുന്ന രീതിയിലുള്ള വഴിയുണ്ട്. അതുപോലെ തന്നെ 2 ഭാഗം സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ട്. ഇനി വീടിൻ്റെ ചുറ്റുഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫുള്ള് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. ഒരുപാട് മരങ്ങളുണ്ട്. 6 തെങ്ങുണ്ട്. ചെറിയ തെങ്ങുകളുണ്ട്, വലിയ തെങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുരിങ്ങ ഉണ്ട്. പിൻഭാഗത്ത് ഇവിടെ ഒക്കെ വീടുകളുണ്ട്. ഇവിടെ ഒരു മാവ്, 2 3 മാവുണ്ട്, പ്ലാവുണ്ട്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് ഉണ്ട്, കുളിമുറി ഉണ്ട്. അതുകൂടാണ്ട് ഇവിടെ ഒരു അലക്കുകല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഫുള്ളായിട്ട് കുരുമുളക്, ഒരുപാട് കുരുമുളകിന് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കവുങ്ങുകളുണ്ട്, ചിക്കു, പ്ലാവ്, പേര, റംബൂട്ടാൻ, ചാമ്പക്ക, അങ്ങനെ ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളുണ്ട്. ഇനി കിണറിൻ്റെ സൗകര്യം ഇതാണ് ഇവർ നിലവിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്ന കിണർ. തൊട്ടടുത്തുള്ള വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഇവർ വെള്ളം എടുക്കുന്നത്. അത് ആദ്യം അവർ കസിൻ്റെ വീട് തന്നെയായിരുന്നു. അപ്പോൾ അതങ്ങനെ തുടർന്ന് പോരുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിണർ കുഴിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ ആഴത്തിൽ യഥേഷ്ടം വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ്. ഈ സൈഡിലൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട് പ്ലാവ്, മാവ്, അതുപോലെ തന്നെ ചിക്കു, ഒരുപാട് മരങ്ങളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് കേട്ടോ. സൈഡ് ഭാഗത്തായാലും പിൻഭാഗത്തൊക്കെ ആയാലും നല്ല ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ സൈഡിൽ അതിലൊക്കെ കവുങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ കുരുമുളക് പടർത്തിയിട്ടുണ്ട്. ഇവിടെ ചാമ്പക്ക. 10 സെൻറ്റ് സ്ഥലത്ത് 2 നില 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കണ്ട ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന നല്ല സൗകര്യമുള്ള നല്ലൊരു വീട്, നല്ല സൗകര്യമുള്ളൊരു വീടാട്ടോ. അപ്പോൾ വീടിൻ്റെ ഓരോ ഭാഗവും വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. മാറ്റം സ്വീകരിക്കും ഈ ഒരു പ്രോപ്പർട്ടി. അതായത് മഞ്ചേരിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. മഞ്ചേരി ഒരു 6-7 കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരു 3 ബെഡ്റൂമൊക്കെ ഉള്ള ഒരു ചെറിയൊരു വീടൊക്കെ ആയിട്ട് ഇവർ മാറ്റം, കുറച്ച് പൈസയൊക്കെ ആയിട്ട് ഇവർ മാറ്റത്തിനും തയ്യാറാണ്. ബറാബർ മാറല്ല, കുറച്ച് പൈസയും കിട്ടണം. നല്ലൊരു വീടൊക്കെ ആയിട്ട് മാറ്റത്തിനാണെങ്കിൽ അങ്ങനെയും പാർട്ടി തയ്യാറാണ്. മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. മഞ്ചേരി മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, മഞ്ചേരി ടൗണിന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വീട്ടിലേക്കുള്ള വഴിദൂരം. അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള, അത്യാവശ്യം സ്ഥലത്തിനൊക്കെ നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് ഈ മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. 10 സെൻറ്റിൽ കൂടുതൽ സ്ഥലമുണ്ട്. ഏകദേശം 10.5 സെൻറ്റോളം സ്ഥലമുണ്ട്. നമ്മൾ മൊത്തത്തിലാണ് വില പറയുന്നത്. അതായത് കുറച്ച് പഴയ അളവാണ്. അപ്പോൾ അളക്കുമ്പോൾ 10.5 സെൻറ്റാണ് ഇവർ പറയുന്നത്. അളക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം. എങ്കിൽ കൂടി മൊത്തം വിലയാണ് നമ്മൾ പറയുന്നത്. 60 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും. വില നെഗോഷ്യബിൾ ആണ്. മഞ്ചേരി മംഗലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് 10 സെൻറ്റ് സ്ഥലം, നിങ്ങൾ ഈ കണ്ട വീട്, ഉദ്ദേശിക്കുന്ന വില 60 ലക്ഷം രൂപ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റത്തിനും പാർട്ടി തയ്യാറാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും വീടുകളോ സ്ഥലങ്ങളൊക്കെ വിൽക്കുവാനോ പെട്ടെന്ന് വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.